So in the last class, we already derived the torsional equation. T by J is equal to tau by rho is equal to G theta by L, or G phi by L, where T is the torque applied on the torque developed on the shaft, and J is the polar moment of inertia, the moment of inertia perpendicular to the plane. Okay. ക്രോസ് സെക്ഷണൽ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ജെ എന്ന് പറയുന്നത്. ദെൻ ടോ ഇസ് ദ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് അറ്റ് ദ എലമെന്റ് വി കൺസിഡേർഡ്. നമ്മൾ ഒരു റോ റേഡിയസിലുള്ള എലമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ റേഡിയസിലുള്ള എലമെന്റ് അല്ലെങ്കിൽ ആ റേഡിയസിലുള്ള ഒരു ലെയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് ടോ. ആൻഡ് റോ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ ആക്സിസ് ടു ദ എലമെന്റ്, the radial distance from central axis to the element we considered. Then G is the modulus of rigidity, phi is the angle of twist, and L is the length of the shaft. So suppose നമ്മൾ ഇങ്ങനെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ, ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് കൺസിഡർ ചെയ്തതെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് ദ സെൻറ്റർ പോയിന്റ് ആൻഡ് this is the radius. റേഡിയസിന് നമ്മൾ സി എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നൗ ഇഫ് വി കൺസിഡർ ആൻ എലമെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് റോ ഫ്രം ദ സെൻട്രൽ ആക്സിസ്, ഈ സെൻട്രൽ ആക്സിസിൽ നിന്ന് ഒരു റോ ഡിസ്റ്റൻസിലുള്ള ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് റോ ആണ്. then the stress developed on this element, ഈ എലമെന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ടോ എന്ന് മാർക്ക് ചെയ്യുന്നത്. റോ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ പോയിന്റ് ടു ഓ. സോ ഇതേ സ്ട്രെസ് തന്നെയായിരിക്കും ഈ സെയിം റേഡിയസിലുള്ള എല്ലാ എലമെന്റ് എടുക്കുകയാണെങ്കിലും. സോ നമ്മൾ ഇവിടെ ഒരു സർക്കുലർ ലെയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു തിൻ ലെയർ ഹാവിങ് സ്മോൾ ഏരിയ ഉള്ള ഒരു തിൻ ലെയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ലെയറിൽ മൊത്തം സെയിം സ്ട്രെസ് ആയിരിക്കും, ബിക്കോസ് ആ ലെയർ ഒരു റോ ഡിസ്റ്റൻസിലാണുള്ളത്. ഓക്കെ, സോ ദിസ് ദ ടോർഷണൽ ഫോർമുല. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. കുറച്ച് നമുക്ക് തന്ന ക്വസ്റ്റ്യനിലുള്ള ജോമെട്രി വെച്ചിട്ട് കുറച്ച് ലോജിക്ക് യൂസ് ചെയ്യുക, ദെൻ ഈ ഒരു ഇക്വേഷനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം. കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് എടുക്കാം. ഫസ്റ്റ്, എ ഹോളോ സിലിണ്ടറിക്കൽ സ്റ്റീൽ ഷാഫ്റ്റ് ഈസ് 1.5 മീറ്റർ ലോങ്. ദ ലെങ്ത് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ലോങ് ആൻഡ് ഹാസ് ആൻ ഇന്നർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ റെസ്പെക്റ്റീവ്ലി ഈക്വൽ ടു 40 and 60 mm. ഇപ്പം ഇതിൻ്റെ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും തന്നിട്ടുണ്ട് 40-60 mm ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ. ദെൻ വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ടോർക്ക് that can be applied to the shaft if the shearing stress is not to exceed 120 megapascal. അപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇതിൽ ആക്ട് ചെയ്യുന്ന ഹയസ്റ്റ് ടോർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബട്ട് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ദ ഷിയർ സ്ട്രെസ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് 120 മെഗാപാസ്കലിൽ കൂടാൻ പാടില്ല. ദ ഷിയറിംഗ് സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 120 megapascal. That means the maximum ഇതിൽ പെർമിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അലോ ചെയ്യാൻ പറ്റിയ ഈ സ്റ്റീൽ ഷാഫ്റ്റിൽ കൊടുക്കാൻ പറ്റിയ മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ അലോവബിൾ സ്ട്രെസ് 120 megapascal ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ മേലോട്ട് ഒരിക്കലും കൂടാൻ പാടില്ല. Then the second part is what is the corresponding minimum value of the shearing stress in the shaft. So ഇത് ആദ്യം ടോർക്ക് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ടോർക്കാണ്. The second is you have to find out the minimum shear stress. ടോ മിനിമം, ടോ മാക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഹയസ്റ്റ് വാല്യൂ, മാക്സിമം പോസിബിൾ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂവും നിങ്ങളോട് കണ്ടുപിടിക്കണം. ടോർക്ക് കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് മിനിമം വാല്യൂവും കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആ ടോർഷണൽ ഇക്വേഷൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റോ അങ്ങനത്തെ തീറ്റ ജി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സോ ആ പാർട്ടൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം ഷിയർ സ്ട്രെസ് ടോ മാക്സ് അല്ലെങ്കിൽ ടോ അലോവബിൾ, മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ആ ഷാഫ്റ്റിന് കൊടുക്കാൻ പറ്റിയ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ മാക്സിമം സ്ട്രെസ് ഇതാണ് 120 മെഗാപാസ്കൽ തന്നിട്ടുണ്ട്. ദെൻ ഇന്നർ ഡയമീറ്റർ ഈസ് 420 mm, ഔട്ടർ ഡയമീറ്റർ ഈസ് inner diameter is 40 mm, that means 0.04 meter, and outer diameter is 60 mm, that is 0.06
meter. So first we can calculate the polar moment of inertia J. So ഒരു സർക്കുലർ ഷാഫ്റ്റ് ഉണ്ട്. നിങ്ങൾ മെക്കാനിക്സിൽ ജസ്റ്റ് മെക്കാനിക്സ് ഒന്ന് റെഫർ ചെയ്യാം. സർക്കുലർ ഷാഫ്റ്റിൽ സപ്പോസ് ദിസ് ദ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ് എങ്കിൽ ഇതിലുണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഐ എക്സ് എസ് എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഇസ് ദ ഇറ്റ്സ് ഇക്വേഷൻ ഈസ് പൈ ബൈ 64 ഡി റേസ് ടു 4 ആണ്. വേർ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദിസ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഐ എക്സ് എസ് എന്ന് പറഞ്ഞാൽ പൈ ബൈ 64 ഡി റേസ് ടു 4 ആണ്. സിമിലർലി the if you take the y axis എടുക്കുകയാണെങ്കിലും y axis കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും സെയിം ആണ്. ആക്സിസ് സിമെട്രി ആയതുകൊണ്ട് ഐ വൈ will also be equal to pi by 64 d raised to 4. Okay, so IXS ഉം IYY ഉം pi by 64 d raised to 4 ആണ് for a circular shaft. ഇത് തന്നെയായിരിക്കും IYY. Therefore IZZ, the axis which is perpendicular to this plane, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആയിരിക്കും. ദാറ്റ് ഈസ് 2 ടൈംസ്, രണ്ടും സെയിം ആണ്, ഐ എക്സ് എസും ഐ വൈ വൈ സെയിം ആയതുകൊണ്ട് 2 ടൈംസ് പൈ ബൈ 64 ഡി റേസ് ടു 4 എന്ന് വരും. ഓർ ഐ സെഡ് സെഡ് അല്ലെങ്കിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ജെ എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഇറ്റ് ഈസ് പൈ ബൈ 32 ഡി റേസ് ടു 4 ആയിരിക്കും ഫോർ എ സർക്കുലർ ക്രോസ് സെക്ഷണൽ മെമ്പർ. ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ജെന്റെ വാല്യൂ പൈ ബൈ 34 ഡി റേസ് ടു 4 ആയിരിക്കും. ഇനി ചിലത് കേസിൽ നമുക്ക് റേഡിയസിന്റെ ടേംസിൽ ഇത് പറയാറുണ്ട്. ഡയമീറ്ററിന് പകരം നമുക്ക് റേഡിയസും കൊടുക്കാം. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഡയമീറ്റർ പൈ ബൈ 32, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് റേഡിയസ് ആണ്. സോ ഞാൻ റേഡിയസിന് 6 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 ടൈംസ് റേഡിയസ് ഹോൾ റേസ് ടു 4 എന്ന് വരും. സോ 2 റേസ് ടു 4 എന്ന് വരും. 2 റേസ് ടു 4 is 16. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5 by 32 into 16 into r raised to 4 if r is the radius of this shaft. So ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോയി. സോ if the polar moment of inertia in terms of radius is pi by 2 r raised to 4 ആണ്. രണ്ട് ഇക്വേഷനും ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ഇറ്റ് ഈസ് പൈ ബൈ 32 ഡി റേസ് ടു 4. ഇൻ ടേംസ് ഓഫ് റേഡിയസ് ഇറ്റ് ഈസ് പൈ ബൈ 2 r raised to 4 ആണ്. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് r raised to 4 വന്നുകൊണ്ട് മീറ്റർ raised to 4 അല്ലെങ്കിൽ mm raised to 4 ആയിരിക്കും. നൗ ഇൻ ദിസ് കേസ് ഇറ്റ്സ് എ ഹോളോ ഷാഫ്റ്റ്. സോ ഹോളോ ഇത് നമ്മൾ ഇപ്പം ഇവിടെ ഇക്വേഷൻ പറഞ്ഞുള്ളത് ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ ആണ്, ഒരു സിംഗിൾ ഡയമീറ്റർ അല്ലെങ്കിൽ സിംഗിൾ റേഡിയസ് ഉള്ള സോളിഡ് ഷാഫ്റ്റിൻ്റെ പോളർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ ഇഫ് ഇറ്റ്സ് എ ഹോളോ ഷാഫ്റ്റ്, ഇങ്ങനെ ഒരു ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് ഇന്നർ ഡയമീറ്റർ ഡി ഐയും ഔട്ടർ ഡയമീറ്റർ ഡി ഒയും ആണെങ്കിൽ ദ ഇക്വേഷൻ ഈസ് ഡി റേസ് ടു 4ന് പകരം ഡി ഔട്ടർ ഡയമീറ്റർ റേസ് ടു 4 മൈനസ് ഇന്നർ ഡയമീറ്റർ റേസ് ടു 4 ഇൻറ്റു പൈ ബൈ 2. സോ ഇത് ഇസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത് പഠിച്ചു വെക്കുക. എല്ലാ പ്രോബ്ലത്തിലും ഈ സാധനം ആവശ്യമുണ്ട്. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ടോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ജെ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് പൈ ബൈ 2 ഡി റേസ് ടു ഡി ഔട്ടർ ഡയമീറ്റർ റേസ് ടു 4 മൈനസ് ഇന്നർ ഡയമീറ്റർ റേസ് ടു 4. ഓർ നമുക്ക് റേഡിയസിന്റെ ടേംസിലാണെങ്കിൽ പൈ ബൈ 2 ഇന്നർ റേഡിയസ്. സപ്പോസ് ഞാൻ നമ്മുടെ ഡെറിവേഷനിൽ സി ആണ് റേഡിയസിന് കൊടുത്തത്. സോ ഇന്നർ റേഡിയസ് റേസ് ടു 4 മൈനസ് ഔട്ടർ റേഡിയസ് റേസ് ടു 4 മൈനസ് ഇന്നർ റേഡിയസ് ടു 4, where the letter C represents the radius. Okay, so നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ജെ. നിങ്ങൾ ചെയ്ത് നോക്കുക. നൗ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടി. സോ ടേക്ക് ദ ടോർഷണൽ ഇക്വേഷൻ. നമുക്കറിയാം ടോർഷണൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ റോ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ ആണ്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ ആംഗിൾ ഓഫ് G5 ആണ്. G5 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓർ തീറ്റ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ആംഗിൾ ഓഫ് ട്വിസ്റ്റിന് തീറ്റ ഓർ ഫൈ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു നമുക്ക് തന്ന പ്രോബ്ലത്തിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റിൻ്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെ പറ്റിയും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് എല്ലും മെൻഷൻ ചെയ്തിട്ടില്ല.
സോ യു ക്യാൻ നെഗ്ലക്ട് ഓൾ ദീസ് ക്വാണ്ടിറ്റീസ്. ഈ ഒരു ടേം കൺസിഡർ ചെയ്യേണ്ട, ഈ രണ്ട് ടേം മാത്രം, ഇത്രയും കണ്ടീഷൻ വെച്ചിട്ട് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ടോയിൻ്റെ വാല്യൂ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ രണ്ട് കണ്ടീഷനും എടുക്കുക, ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ റോ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം ആണ്, മാക്സിമം ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ അതിന് അലോ ചെയ്യാൻ പറ്റിയ ഈ സ്റ്റീലിന് പെർമിറ്റ് ചെയ്യാൻ പറ്റിയ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ടോമാക്സ് ആണ്. സോ ടോമാക്സ് ആകുമ്പോൾ യു ഹാവ് ടു ടേക്ക് ദ മാക്സിമം റേഡിയസ്. റോ ഇസ് ദ റേഡിയസ്. ഈ നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു പോയിന്റിൽ, നമുക്കിപ്പോൾ ഒരു ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഏറ്റവും റേഡിയസ് മിനിമം ആകുമ്പോൾ സ്ട്രെസ് മിനിമം ആയിരിക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് സ്ട്രെസ് വിൽ ഇൻക്രീസ് ആസ് വി മൂവ് അലോങ് ദ റേഡിയൽ ഡയറക്ഷൻ. സോ ഏറ്റവും ഔട്ടർ സർഫസിലായിരിക്കും മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവുക. സോ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടണമെങ്കിൽ കറസ്പോണ്ടിങ് യു ഹാവ് ടു ടേക്ക് ദ ഔട്ടർ റേഡിയസ്. എപ്പോഴും ഈ ഔട്ടർ സർഫസിലായിരിക്കും മാക്സിമം ഉണ്ടാവുക. സോ റോ മീൻസ് ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആയിരിക്കണം റോ ആയിട്ട് എടുക്കേണ്ടത്. ഇതൊക്കെയാണ് പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പം പലരും തെറ്റിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് മാക്സിമം ആണ്, മാക്സിമം സ്ട്രെസ് ആണ്. സോ കറസ്പോണ്ടിങ് മാക്സിമം റേഡിയസ് എടുക്കുക. സോ ഫോർ ദിസ് ഹോളോ സിലിണ്ടർ ദ മാക്സിമം റേഡിയസ് ഈസ് ദ ഔട്ടർ റേഡിയസ്. സോ നമുക്ക് അത് കൺസിഡർ ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ടി ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഫോർ ടി ഈസ് ഈക്വൽ ടു ടോമാക്സ് ഇൻറ്റു ജെ ഡിവൈഡഡ് ബൈ സി ഔട്ടർ റേഡിയസ് എന്ന് വരും. സോ ഈക്വേഷൻ എടുക്കുക. ഇതിൽ നമുക്ക് ടോമാക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 120 മെഗാ പാസ്കൽ, 120 ഇൻറ്റു 10⁶ പാസ്കലിന് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ദ വാല്യൂ ഓഫ് ജെ ഈസ്, we already calculated the value of J. It is 1.021 into 10⁻⁻6 meter⁴ ആണ്. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുമില്ലെങ്കിൽ എല്ലാം mm എടുക്കുക, അല്ലെങ്കിൽ എല്ലാം മീറ്ററിൽ എടുക്കുക. സോ ഇത് കിട്ടി, ജെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻഡ് ടോയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ ദ ഔട്ടർ റേഡിയസ്, ദ ഔട്ടർ ഡയമീറ്റർ ഈസ് ഗിവൺ ആസ്, ഔട്ടർ ഡയമീറ്റർ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് 60 mm അല്ലെങ്കിൽ 0.06 മീറ്റർ. സോ ഔട്ടർ റേഡിയസ് ഈസ് 0.03 മീറ്റർ. ഓർമ്മിച്ച് വെക്കുക, റേഡിയസ് ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ തന്നാൽ ഡയമീറ്ററിനെ റേഡിയസിലേക്ക് കൺവേർട്ട് ചെയ്യണം, മറന്നു പോകരുത്. യു ഹാവ് ടു ടേക്ക് ദ റേഡിയസ്. സോ 0.03 റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4.08 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 4.08 ഇൻറ്റു കിലോ ന്യൂട്ടൺ മീറ്റർ. സോ ഇതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. ടോർഷൻ്റെ യൂണിറ്റ്, ടോർഷൻ ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൻ്റെ ആൻസർ. ഓക്കെ, നൗ ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദ മിനിമം സ്ട്രെസ്, മിനിമം സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ അഗെയിൻ സെയിം കൺസെപ്റ്റ്, നമുക്ക് സെയിം ഇക്വേഷൻ, ഒരൊറ്റ ഇക്വേഷൻ നമുക്കുള്ളൂ. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ റോ. സോ മിനിമം, ഇത് ഈ വാല്യൂ മിനിമം സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസും മിനിമം ആയിരിക്കണം. റേഡിയസ് മിനിമം ആവുക മീൻസ് ദ മിനിമം റേഡിയസ് ഈസ്, ഇത് ഹോളോ സിലിണ്ടർ ആണ്, മിനിമം റേഡിയസ് മീൻസ് ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും മിനിമം. അതായത് ഈ ഇന്നർ റേഡിയസ്, ഇതാണ് മിനിമം റേഡിയസ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊന്ന് നമുക്ക് ടോ മിൻ ഈസ് ഈക്വൽ ടു ടി റോ അല്ലെങ്കിൽ സി ഇന്നർ, സി ഐ ഡിവൈഡഡ് ബൈ ജെ എന്ന് കിട്ടും. സോ ടി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടി ഇതാണ്. സോ 4.08 ഇൻറ്റു 10⁻³ ആണ് ടി. Then inner radius, inner diameter is 0.04. So inner radius is 0.02. Substitute ചെയ്യുക, divided by j. j first നമ്മൾ കണ്ടുപിടിച്ചു. So 1.021 into 10⁻⁻6. If you simplify, you will get 80 into 10⁻80 something. ഞാൻ ഇത് കുറച്ചൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്, 79 point something എന്താണ് വരിക. So it is around 80 mega pascal. Okay, so that's the answer. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു, ഓർ ടോ ബൈ റോ ഇസ് ഈക്വൽ ടു ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ റോ ഇസ് ഈക്വൽ ടു G5/L, where T is the torsion developed, J is the polar moment of inertia, tau is the stress on an element at a radial distance rho, G modulus of rigidity
phi angle of twist, L length. Okay, the second problem. ഇതിൽ ഒരു സിംഗിൾ ഷാഫ്റ്റിൽ ഒരുപാട് വീൽസ് വെച്ചിട്ടുണ്ട്. കാരണം മൾട്ടിപ്പിൾ ടോർക്ക് ഉണ്ട്. ഒരേ ഷാഫ്റ്റിൽ തന്നെ ഒരുപാട് ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ സെക്കൻഡ് മോഡ്യൂളിൽ ആക്സിയൽ ഫോഴ്സ് ചെയ്തപ്പം ഒരു മെമ്പറിൽ തന്നെ ആക്സിയലി കുറേ ഓരോ സെക്ഷനിലും ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഒരു മെമ്പർ എടുത്തിട്ട് അതിൽ ഓരോ സെക്ഷനിൽ ഇവിടെ ഒരു 10 കിലോ ന്യൂട്ടൺ, വേറൊരു സെക്ഷനിൽ 50 കിലോ ന്യൂട്ടൺ, വേറൊന്നിൽ വേറൊരു ഫോഴ്സ്, അങ്ങനെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി അവിടെ ആക്സിയൽ ഫോഴ്സ് ആയിരുന്നു, ഇവിടെ അതിന് പകരം നമ്മൾ ഡിഫറെൻറ്റ് ടോർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സിംഗിൾ ഷാഫ്റ്റിൽ ഡിഫറെൻറ്റ് ടോർക്ക് ആക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഈ ഫിഗർ കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് പ്രോബ്ലം വായിച്ചു നോക്കാം. എ ഷാഫ്റ്റ് ബി സി ഈസ് ഹോളോ വിത്ത് ഇന്നർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ ഓഫ് 90 mm ആൻഡ് 120 mm റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിൽ എ ബി എന്ന് പറഞ്ഞൊരു ഷാഫ്റ്റ് ഉണ്ട്, ബി സി ഉണ്ട്, സി ഡി ഉണ്ട്. അതിൽ ഈ ഷാഫ്റ്റ് ബി സി എന്നുള്ള ഷാഫ്റ്റിൻ്റെ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. ഇത് മാത്രം ഹോളോ ഷാഫ്റ്റാണ്. ഷാഫ്റ്റ് ബി സി ഈസ് ഹോളോ ഹാവിങ് ഇന്നർ ഡയമീറ്റർ ആണ്, അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഡയമീറ്റർ ഈസ് 90 mm ആൻഡ് 120 mm റെസ്പെക്റ്റീവ്ലി. ഷാഫ്റ്റ് എ ബി ആൻഡ് സി ഡി ആർ സോളിഡ് ആൻഡ് ഓഫ് ഡയമീറ്റർ ഡി. ഡയമീറ്ററിൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഈ ഡയമീറ്റർ ഡി ആണ്. എ ബിൻ്റെയും ഡയമീറ്റർ ഡി ആണ്, സി ഡിയും ഡയമീറ്റർ ഡി ആണ്. ഇറ്റ്സ് സോളിഡ് ഷാഫ്റ്റ് ആണ്. ഫോർ ദ ലോഡിംഗ് ഷോൺ ഡിറ്റർമിൻ ദ മാക്സിമം ആൻഡ് മിനിമം ഷിയറിംഗ് സ്ട്രെസ് ഇൻ ഷാഫ്റ്റ് ബി സി. സോ ഫസ്റ്റ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഷാഫ്റ്റ് ബി സിയിലെ മാക്സിമം മിനിമം, ടോ മാക്സ് കണ്ടുപിടിക്കണം, ടോ മിനിമം കണ്ടുപിടിക്കണം ഫോർ ഷാഫ്റ്റ് ബി സി. സോ നമുക്കിപ്പം തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ടോമാക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരിക്കും ഔട്ടർ ഡയമീറ്റർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്, ഷാഫ്റ്റ് ബി സിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഔട്ടർ ഡയമീറ്ററിലായിരിക്കും ടോമാക്സ് ഉണ്ടാവുക, ഇന്നർ സർഫസിലായിരിക്കും ടോ മിനിമം ഉണ്ടാവുക. ഇത് ടോ മിനിമം ആയിരിക്കും, ടോ മാക്സിമം ഔട്ടർ സർഫസിലും ആയിരിക്കും. സോ കറസ്പോണ്ടിങ് റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ദ റിക്വയർഡ് ഡയമീറ്റർ ഡി of shaft AB and CD if the allowable shearing stress in this shaft is 65 megapascal. സോ നിങ്ങളോട് സെക്കൻഡ് കാണാൻ പറഞ്ഞത് ഈ എ ബിയിലും ബി സിയിലെയും എ ബിൻ്റെയും ബി സിൻ്റെയും ഡയമീറ്റർ ഓഫ് എ ബി ആൻഡ് ബി സി കണ്ടുപിടിക്കണം. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡയമീറ്റർ ചൂസ് ചെയ്യാൻ പറ്റില്ല. ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഈ രണ്ട് ഷാഫ്റ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ മാക്സിമം, അലൗ ചെയ്യാൻ പറ്റിയ, ഇതിൽ കൊടുക്കാൻ പറ്റിയ മാക്സിമം അല്ലെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് 65 മെഗാപാസ്കൽ ആയിരിക്കും. ഈ 65 മെഗാപാസ്കലിൽ കൂടാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ദ അലൗവബിൾ സ്ട്രെസ്, ഇതിൽ അലൗ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഇത് തന്നെ ആണ് നമ്മൾ ഇതിലെ മാക്സിമം സ്ട്രെസ് ആയിട്ട് എടുക്കാം. കാരണം ഇതിൽ വേറെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. ബട്ട് ഇത്രയും ആലോചിക്കുക, ഇതിൽ കൊടുക്കാൻ പറ്റിയ, ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ മാക്സിമം സ്ട്രെസ് ഇതാണ്, 65 മെഗാപാസ്കൽ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. വാട്ട് വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ദ സെക്ഷൻ ദ ഷാഫ്റ്റ് എ ബി ആൻഡ് സി ഡി. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ഈ ഫിഗർ നോക്കുക. ഫിഗറിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഓരോ വീൽസ് ഉണ്ട്. വീലിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ടി എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് 6 കിലോ ന്യൂട്ടൺ ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ടോർക്ക് 14 കിലോ ന്യൂട്ടൺ ആണ്. ദെൻ ടി സി, ഈ ടോർക്ക് സിയിൽ ആക്ട് ചെയ്യുന്ന, ഇതാണ് പോയിന്റ് സി, ഈ സിയിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, ഈ ടോർക്ക് 26 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ആൻഡ് ടി ഡി, ഇവിടെ പോയിന്റ് ആക്ട് ചെയ്യുന്ന ഈ ടോർക്ക് 6 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ ഓരോ പോയിന്റിലെയും ടോർക്ക് തന്നിട്ടുണ്ട്. ഓരോ എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, ബി എന്നുള്ള ആക്ട് ചെയ്യുന്ന ടോർക്ക്, സി എന്നുള്ള ആക്ട് ചെയ്യുന്ന ടോർക്ക് എല്ലാം തന്നിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ലൈക്ക് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഒരുപാട് ഫോഴ്സ് തന്നിട്ട് സോൾവ് ചെയ്യുന്ന അതേ പ്രോബ്ലമാണ്. അവിടെ ഫോഴ്സ് ആയിരുന്നു, ഇവിടെ അതിന് പകരം ടോർക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലാദ്യം നമുക്ക് ഈ ബി ഡി ആണ് ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത്. ബി ഡിയിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ബി ഡി എടുക്കുകയാണെങ്കിൽ, ബി ഡിൻ്റെ ടോർഷണൽ ഫോർമുല എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാം ബി ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ റോ ആണ്. ഇതിലും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ജി തീറ്റ ഫൈ എന്നുള്ള പോർഷൻ നമ്മൾ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, അതിൻ്റെ വാല്യൂസ് ഒന്നും നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഈ രണ്ട് ടോർഷണൽ ഫോർമുലൻ്റെ ഇത് മാത്രം എടുത്താൽ മതി. സോ മാക്സിമം ആകുമ്പം ടോ മാക്സ് വരണമെങ്കിൽ
ഇത് റേഡിയസ് മാക്സിമം ആയിരിക്കണം, അല്ലെങ്കിൽ ഔട്ടർ റേഡിയസ് ആയിരിക്കണം. മിനിമം ആണെങ്കിൽ റേഡിയസ് മിനിമം റേഡിയസ് ആയിട്ടാണ് എടുക്കേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, 90 ആൻഡ് 120 തന്നിട്ടുണ്ട്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ജെ. ജെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അപ്പോൾ ആ ഇക്വേഷൻ എടുത്താൽ മതി. നോ, ബട്ട് ദ അൺനോൺ ക്വാണ്ടിറ്റി ഈസ് ടി. ബി സി എന്നുള്ള സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കണം. ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ സെക്ഷൻ ബി സി, അതാണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ടി അറിയാം, ഡി കിട്ടിക്കഴിഞ്ഞാൽ ടി അറിയാം, ജെ നമുക്കറിയാം, റേഡിയസും അറിയാം. സോ ടോ മാക്സോ ടോ മിനിമോ എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ സെക്ഷൻ ഓർ ദ ഷാഫ്റ്റ് ബി സി. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ടോർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് ഈ എക്സ്റ്റേണൽ ടോർക്കിനെ കൊണ്ട് ഈ ബി സിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ ടോർക്ക്, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കാം. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ ഒരു പോർഷനിൽ ഒരു സെക്ഷൻ എടുത്തു, ഈ ഒരു പോർഷനെ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. യു ക്യാൻ എയ്തർ കൺസിഡർ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ്. അപ്പോൾ ഏതാണോ കോംപ്ലിക്കേഷൻ കുറഞ്ഞത് ആ സൈഡ് ചൂസ് ചെയ്താൽ മതി. സോ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒറ്റ ടോർക്ക് മാത്രമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ ഒരുപാട് ടോർക്ക് ഉണ്ട്. സോ ഞാൻ ലെഫ്റ്റ് സൈഡ് ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു, എ ബി എന്നുള്ള പോർഷനിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ ചൂസ് ചെയ്തു. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ്റ്റേണൽ ടോർക്ക് ഇതുണ്ട്, 6 കിലോ ന്യൂട്ടൺ ഉണ്ട്. സോ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ പാർട്ടും ഇക്വിലിബ്രിയത്തിലാണ്. സോ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എ ബി എന്നുള്ള ഷാഫ്റ്റിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും, ഇൻറ്റേർണൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഐ എം ഡിനോട്ടിങ് ഇറ്റ് ആസ് ടി എ ബി. ആ ടോർക്കിനെ ഞാൻ ടി എ ബി എന്ന് വിളിച്ചു. സോ ടി എ ബി ഈസ് TAB is equal and opposite to this torque at A. ഇതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആണ്. സോ ഇതാണ് ഒരു ടോർക്കിൻ്റെ ഡയറക്ഷൻ, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റേ ടോർക്ക് കൊടുത്തു. സോ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ, ടോർക്കിൻ്റെ ഫോഴ്സിനെയൊക്കെ സൈൻ കൺവെൻഷൻ ചൂസ് ചെയ്ത മാതിരി സൈൻ കൺവെൻഷൻ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കൺസിഡർ ആസ് പോസിറ്റീവ് ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് കൺസിഡർ ആസ് നെഗറ്റീവ്. ഓക്കെ, സോ മെത്തേഡ് ഓഫ് സെക്ഷൻ അപ്ലൈ ചെയ്തു. ദെൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഈ ബി സിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ ടോർക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇവിടെ എല്ലാം ടോർക്കാണ്, വേറെ ആക്സിയൽ ഫോഴ്സ് ഒന്നുമില്ല. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് ഐ 0 ഒന്നും കൺസിഡർ ചെയ്യണ്ട, കാരണം വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, ഇതിൽ ടോർക്ക് മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദ മൂവ്മെൻറ്റ് along എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0 സിൻസ് വി ആർ കൺസിഡറിങ് ദിസ് സെക്ഷൻ ഈസ് ഇൻ ഇക്വിലിബ്രിയം. സോ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഒരു പോസിറ്റീവ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ട്, ഇത് പോസിറ്റീവ് ആണ്, പ്ലസ് 6 കിലോ ന്യൂട്ടൺ ഉണ്ട്, മൈനസ് ടി എ ബി ഉണ്ട്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ടി എ ബി ആസ് 6 കിലോ ന്യൂട്ടൺ മീറ്റർ. ടി എ ബി കിട്ടി. ഓക്കെ, നൗ എന്ത് ചെയ്യണം, നമുക്ക് ബി സി ആണ് വേണ്ടത്. ഇപ്പോൾ ടി എ ബി കിട്ടിക്കഴിഞ്ഞാൽ നൗ കൺസിഡർ ഈ ഒരു നമുക്ക് തന്ന പ്രോബ്ലത്തിൽ അടുത്തൊരു സെക്ഷൻ എടുക്കുക, ദ സെക്ഷൻ ബിറ്റ്വീൻ, ഇവിടെ ഒരു കട്ട് സെക്ഷൻ എടുക്കുക, സെക്ഷൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. ദെൻ either you can go for left side or right side. ലെഫ്റ്റ് സൈഡ് ഈ പോർഷൻ കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് എടുത്താലും കുഴപ്പമില്ല, രണ്ടിലും രണ്ട് ടോർക്കാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിലും ലെഫ്റ്റ് സൈഡ് തന്നെ ചൂസ് ചെയ്തു, ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ബി സി. ഇവിടെ ബി സി എന്നുള്ള പോയിന്റ് ഉണ്ട്, ബി സിയിലൊരു കട്ട് സെക്ഷൻ എടുത്തു, ഇത് ടി ബി സി ആണ്. ഇതിനെ ഞാൻ ടി ബി സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, സോ ഓൾറെഡി ഒരു 6 കിലോ ന്യൂട്ടൺ ഉണ്ട്, ടി ബിയിൽ പോയിന്റ് ബിയിൽ ഒരു 14 കിലോ ന്യൂട്ടൺ ഉണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ടോർക്ക് ബി സിയിൽ ഡെവലപ്പ് ചെയ്യും, ഇൻറ്റേർണൽ ടോർക്ക് ഡെവലപ്ഡ് ഓൺ ബി സി. ബി സി എന്നുള്ള സെക്ഷനിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ ടോർക്കാണ് ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ഓർ ഇൻ ഓർഡർ ടു മേക്ക് ദ ഷാഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. സോ നമുക്ക് അഗെയിൻ നേരത്തെ മാതിരി ടോട്ടൽ മൂവ്മെൻറ്റ് ഇക്വിലിബ്രിയം ആയതുകൊണ്ട് സിഗ്മ എക്സ് എം എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. ദിസ് ഈസ് പോസിറ്റീവ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് പോസിറ്റീവ്, സോ പ്ലസ് 6 കിലോ ന്യൂട്ടൺ മീറ്റർ വരും. ആൻഡ് ദിസ് ഓൾസോ ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ്
is in positive anti-clockwise direction, so this is also positive, but TBC is negative direction, so it is minus. So the sigma mx is equal to 0 gives 6 kilonewton plus 6 kilonewton meter plus 14 kilonewton meter minus TBC is equal to 0. From that you can find out TBC is equal to 20 kilonewton. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കണ്ടുപിടിക്കാനുള്ളതൊക്കെ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഷാഫ്റ്റ് ബി സി ആണ്, ഇതാണ് ആവശ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് TAB വേണം. അതിന് വേണ്ടിയിട്ട് ഇതിവിടെ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ബി സിയിൽ ഒരു സെക്ഷൻ എടുത്ത് അവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ TBC എന്നുള്ളത് ഇത്രയും കിട്ടി, 20 kilonewton മീറ്റർ എന്ന് കിട്ടി. അപ്പം നിങ്ങൾ പണ്ട് പഠിച്ച ആക്സിയൽ ഫോഴ്സ് ചെയ്യുന്ന അതേ അപ്രോച്ചാണ് ഇൻറ്റേർണൽ ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ ഇൻറ്റേർണൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ കട്ട് സെക്ഷൻ എടുത്തു, അതിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ചൂസ് ചെയ്തു, ഇക്വിലിബ്രിയം ആക്കി നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇവിടെ അതേപോലെ തന്നെ ഷാഫ്റ്റിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കട്ട് സെക്ഷൻ എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ചൂസ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റേർണൽ ടോർക്ക് കണ്ടുപിടിക്കുക. സോ നമുക്ക് TBC 20 kilonewton മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് മിനിമം ഷിയറിംഗ് സ്ട്രെസ്, ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗിവൺ ദാറ്റ് ദ പോർഷൻ BC ഈസ് hollow shaft with diameters 150 and 120. ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്, ഞാൻ അതിനെ റേഡിയസിലേക്ക് മാറ്റി. ഇൻറ്റേർണൽ റേഡിയസ് 45 mm, എക്സ്റ്റേണൽ റേഡിയസ് 60 mm ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് J കാൽക്കുലേറ്റ് ചെയ്യാം. J is pi by 32 DO raised to 4 minus DI raised to 4 pi by 32. outer diameter it is 120 mm ആണ് തന്നിട്ടുള്ളത്. അതെ, ക്വസ്റ്റ്യൻ നോക്കാം. 90 and 120 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഔട്ടർ ഡയമീറ്റർ ഇസ് 90 and 120. സോ ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ 120 മീൻസ് 0.12 മീറ്റർ റേസ് ടു 4. ഇവിടെ 90 mm മീൻസ് 0.09 റേസ് ടു 4 എന്ന് വരും. ദെൻ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ആൻഡ് സിംപ്ലിഫൈ യു വിൽ ഗെറ്റ് J is 13.92 into 10 raised to minus 6 meter raised to 4. നിങ്ങൾ കാൽക്കുലേഷൻ വാല്യൂ എടുത്തിട്ട് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യാം. നൗ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഷിയർ സ്ട്രെസ്. ടേക്ക് ദ ടോർഷണൽ ഫോർമുല T/J is equal to നമ്മൾ ടോമാക്സിന് ഡയറക്റ്റ് എഴുതാൻ പോവാണ്. ടോമാക്സ് ഡിവൈഡഡ് ബൈ ദ ഔട്ടർ ഡയമീറ്റർ ഞാൻ C2 എന്നാണ് പേര് കൊടുത്തത്. സോ ഇറ്റ് ഈസ് outer diameter is C2. From this equation you can calculate Tomax കണ്ടുപിടിക്കാൻ പറ്റും. So Tomax is equal to, or outer diameter 2 എന്ന് കൊടുത്തുകൊണ്ട് 2 is equal to the torsion at section BC into C2 divided by J. Then TBC നമുക്ക് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. TBC is 20 kilonewton meter ആണ്. So 20 into 10 raised to 3 meter into C2 60 mm ആണ്. ഔട്ടർ റേഡിയസ് 60 ആയതുകൊണ്ട് 0.06 മീറ്റർ വരും. ദെൻ ഇതാണ് J. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടി. 86.2 into 10 raised to 6 പാസ്കൽ എന്ന് വരും, അല്ലെങ്കിൽ 86.2 മെഗാ പാസ്കൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ദെൻ നിങ്ങളോട് മിനിമം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മിനിമം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെയിം ടോർഷണൽ ഇക്വേഷൻ എടുക്കുക. Instead of this maximum you are going to calculate minimum. അപ്പോൾ ഇത് മിനിമം ആകുമ്പോൾ you have to take the minimum radius. Minimum radius means inner radius എടുക്കണം. അതിന് C1 എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് you can calculate ടോ മിനിമം കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തിവിടെ കാണിച്ചിട്ടുണ്ട്. മിനിമം റേഡിയസ് ഈസ് ഈക്വൽ ടു ടോ 1 ഈസ് ഈക്വൽ ടു ടോർക്ക് ആക്ടിങ് BC എന്നുള്ള സെക്ഷൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ TBC into C1 divided by J substitute ചെയ്യുക. The value will be around 64.65 megapascal. Okay, so A part നമ്മൾ സോൾവ് ചെയ്തു. Now we have to find out the second question. Second question is the required diameter D of shaft AB and CD if the allowable shearing stress on the shaft is 65 megapascal. രണ്ടിലെയും അലോവബിൾ സ്ട്രെസ് ടോമാക്സ് തന്നിട്ടുണ്ട്. 65 ആണ്. അങ്ങനെയാണെങ്കിൽ D കണ്ടുപിടിക്കണം.
അപ്പോൾ ഇതിൽ നമുക്ക് ടോർഷണൽ ഇക്വേഷനിൽ ടീൻ്റെ വാല്യൂം കൂടി കണ്ടുപിടിക്കണം. ടി എ ബി അറിയണം, ടി സി ഡി അറിയണം. ഇത് ടി എ ബി കിട്ടിക്കഴിഞ്ഞാൽ ടി എ ബിൻ്റെ ഡയമീറ്റർ ഓഫ് എ ബി കണ്ടുപിടിക്കാം. ടി സി ഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് സി ഡിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ രണ്ടും ഈ എ ബിയും സി ഡിയും സെയിം ആണ്. കാരണം രണ്ടിനും ഡയമീറ്റർ ഡി ആണ്. രണ്ടിലും ആക്ട് ചെയ്യുന്ന രണ്ട് എൻഡിലും ഇപ്പോൾ എ ബി എന്നുള്ളൊരു സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് എ ബി എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എ ബിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് എ എന്നുള്ള സൈഡിൽ ആക്ട് ചെയ്യുന്നത് 6 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇവിടെ ഞാനൊരു 6 കിലോ ന്യൂട്ടൺ മീറ്റർ കൊടുത്തു. സോ ഓട്ടോമാറ്റിക്കലി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് 6 കിലോ ന്യൂട്ടൺ മീറ്റർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് വിത്ത് പ്രോപ്പർ സൈൻ വെച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിലോ ന്യൂട്ടൺ മീറ്റർ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡിൽ 6 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 6 ഇവിടെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് 6 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 14 ആണ്, ഇത് 26 ആണ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അഗെയിൻ 6 ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആഡ് ചെയ്യാം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് 14, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ 14 പ്ലസ് 6 20 വരും. ദെൻ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ 20 മൈനസ് 26 എന്ന് വരും, ഓർ -6 അല്ലെങ്കിൽ 6 കിലോ ന്യൂട്ടൺ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വരും. 6 കിലോ ന്യൂട്ടൺ മീറ്റർ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അത് തന്നെയായിരിക്കും ഇവിടെ വരിക. സോ ഇങ്ങനെയാണ് എ ബിയിൽ വരിക. സോ എ ബി എന്നുള്ള മെമ്പർ ഇതിൻ്റെ ഡയമീറ്റർ ഡി ആണ്, രണ്ട് എൻഡിലും 6 കിലോ ന്യൂട്ടൺ ആണ്. ടി എ ബി ഈസ് 6 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അതാണ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഈ സാധനം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നൗ നിങ്ങൾ ബി സി ചെക്ക് ചെയ്യുകയാണെങ്കിലും ബി സി ഈസ് ഓൾസോ സിമിലർ ടു എ ബി. ഞാൻ സെക്ഷൻ ബി സി എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് ബി സി എടുക്കുകയാണെങ്കിൽ, നോട്ട് ബി സി, സോറി, നമുക്ക് സി ഡി ആണ് വേണ്ടത്. സെക്ഷൻ സി ഡി കൺസിഡർ ചെയ്യുക. ഇത് സി, ഇത് ഡി. അപ്പോൾ ഈ ഡി എന്നുള്ള പോർഷനിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണുള്ളത്, 6 കിലോ ന്യൂട്ടൺ ഉണ്ട്. സോ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 6 കിലോ ന്യൂട്ടൺ മീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 6 കിലോ ന്യൂട്ടൺ മീറ്റർ വരും. സോ എ ബി നോക്കുകയാണെങ്കിലും എ ബിയിലും 6 ആണ്, ഈ എൻഡിൽ 6 ആണ്, രണ്ട് എൻഡിലും 6 ആണ്. സോ എ ബിയും സി ഡിയും സെയിം ആണ്. സോ ഏതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഇതിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്താൽ അതേ ഡയമീറ്റർ തന്നെ ആയിരിക്കും ഇത്, കാരണം രണ്ടും സിമിലർ ഷാഫ്റ്റ് ആണ്. സോ ഞാൻ എ ബി മാത്രമേ ചെയ്യുന്നുള്ളൂ. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സി ഡി. രണ്ടും സെയിം ആണ്. സോ എ ബി ആൻഡ് സി ഡി, വി നോട്ട് ദാറ്റ് ബോത്ത് ഷാഫ്റ്റ് ഹാവ് ദ സെയിം ടോർക്ക് 6 കിലോ ന്യൂട്ടൺ മീറ്റർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ ബി എടുത്തു 6 കിലോ ന്യൂട്ടൺ. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോ അലവബിൾ. It is given that tau allowable is 65 megapascal. Then torsional equation എടുക്കുക, T is equal to T by J is equal to tau by rho. ഇനി മാക്സിമം ആണെങ്കിൽ tau max by C. സെയിം ഇക്വേഷൻ, T by J is equal to tau by rho ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഇത് മാക്സിമം അലവബിൾ വാല്യൂ ആണ് തന്നത്. അലവബിൾ മീൻസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ, പെർമിസിബിൾ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇത് മാക്സിമം ഡയമീറ്റർ അല്ലെങ്കിൽ മാക്സിമം റേഡിയസ് ആണ് എടുക്കേണ്ടത്. സോ ഇതെടുക്കുക. ഇനി ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമീറ്റർ അറിയില്ല. ജെക്ക് പകരം ഞാൻ π/2 ഇൻ ടേംസ് ഓഫ് റേഡിയസ് എഴുതി, സി സ്ക്വയർ എന്ന് എഴുതി. π/32 d⁴ അല്ലെങ്കിൽ π/2 c⁴. ഇത് c⁴ ആണ്. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ അലവബിൾ, നമുക്ക് അലവബിൾ എന്നുള്ള പേരാണ് തന്നിട്ടുള്ളത് മാക്സിമത്തിന് പകരം, ടോ അലവബിൾ ബൈ സി ദ റേഡിയസ് ഓഫ് ദിസ് സർക്കുലർ ഷാഫ്റ്റ്. ഈ റേഡിയസ് സി ആണെങ്കിൽ ഇതാണ് വരുന്നത്. ദെൻ ടി ബൈ ജെക്ക് പകരം π/2 ഇൻ ടേംസ് ഓഫ് റേഡിയസ് എഴുതുകയാണെങ്കിൽ c⁴ എന്ന് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു ടോ അലവബിൾ ബൈ സി എന്ന് വരും. അപ്പോൾ ഈ ഇവിടെ സിയും ക്യാൻസൽ ചെയ്ത് പോയി, ഇവിടെ c³ ആണ് വരിക.
Now we can substitute all the values. T എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, T is 6 kilonewton ആണ്. The value of T is 6 kilonewton. Tക്ക് പകരം 6 kilonewton substitute at 6 into 10 raised to 3 ന്യൂട്ടണിലേക്ക് മാറ്റാം. 6 into 10 raised to എല്ലാം ബേസിക് യൂണിറ്റിൽ ചെയ്താൽ മതി. 6 into 10 raised to 3 ന്യൂട്ടൺ എന്ന് വരും. Then tau allowable, it is given as 65 megapascal. So it is 65 into 10 raised to 6 pascal എന്ന് വരും. Then C ഇത് ക്യാൻസൽ ചെയ്ത് പോയി, പൈ ബൈ 2 C ക്യൂബ് എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് C ക്യൂബ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാം. സോ ഇത് കിട്ടും, C ക്യൂബ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C ക്യൂബ് എന്നുള്ള ഇത്രയും കിട്ടും. അതൊന്ന് C ഇത് റേസ് ടു 1/3 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് C കിട്ടും. ഓക്കെ, C ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടും. സോ C മീൻസ് റേസ് ടു 1/3. സോ C ദ വാല്യൂ ഓഫ് C ഈസ് ദിസ് മച്ച്. നമ്മളിവിടെ ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞത്. സോ 2 ടൈംസ് ചെയ്യുക. 2 into 38.10⁻³ meter means it is 38.9 mm. Or diameter is equal to diameter of the shaft. We have to fix the diameter as 77.8 mm. അപ്പോൾ ഇങ്ങനെ ഷാഫ്റ്റിൻ്റെ ഒക്കെ സൈസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻസ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അലോവബിൾ സ്ട്രെസ് 65 കൂടാൻ പാടില്ല, സ്ട്രെസ് ഇതിൽ കൂടാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ. ഇങ്ങനെ ഓരോ കണ്ടീഷൻ ആക്ച്വൽ പ്രാക്ടീസിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഡയമീറ്റർ ഒക്കെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിനാണ് ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുക. ബേസിക് ഡിസൈൻ ആണ്, കോംപ്ലിക്കേറ്റഡ് തിങ്സ് ഒന്നും ചെയ്യുന്നില്ല, ഫണ്ടമെൻ്റൽ ഡിസൈൻ. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഒരു ഡിസൈൻ ഓഫ് ദിസ് ഷാഫ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ആണ് ആക്ച്വലി ചെയ്തത്. സോ ദ ആൻസർ ഈസ് 77.8 mm. Okay.